കേട്ടോ, നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ഉപയോഗങ്ങളുണ്ടെന്ന് പറയുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല. നീ അറിഞ്ഞത് എന്താന്ന് വെച്ചാ പറ. എന്തായാലും വാ, വലിയ ചെലവുകളൊന്നും ഇല്ലാത്ത പണിയല്ലേ. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചങ്ങ് പോവാം. പിന്നല്ല, നമ്മളും ഫേമസ് ആയി. മുട്ട പൊരിച്ച് തിന്നാൽ മാത്രം മതിയോ? മുട്ടത്തോടൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ലേ എന്ന് മനസ്സിരുത്തിയൊന്ന് ആലോചിച്ചപ്പോൾ തെളിഞ്ഞ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. ആർക്കും ചെയ്യാവുന്ന കാര്യം. നമ്മുടെ വീട്ടിലെ ഒരു ഉപയോഗവും ഇല്ലാതെ കിടക്കുന്ന മുട്ടത്തോടാണ് ആവശ്യം കഴിഞ്ഞിട്ട് വലിച്ചെറിയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ മുട്ടിൽ പൊട്ടിച്ചിടുന്ന ഈ ഒരു മുട്ടത്തോടിനെ ഇതുപോലെ നമ്മൾ മുട്ടയുടെ മുകൾ ഭാഗം മാത്രമായിട്ട് എടുത്ത് മുട്ടയുടെ അകത്തിരിക്കുന്ന ഭാഗങ്ങൾ വേർതിരിച്ചെടുത്താൽ ഇതുപോലെ ഒരു കപ്പ് സൈസിൽ നമുക്ക് കിട്ടും. അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയാവണ്ണം സൂക്ഷിച്ചു വെച്ചാൽ ഈച്ചയും മുച്ചത്തില്ല, ഒരു ശല്യം ഉണ്ടാവത്തില്ല. അതെവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് ഇതുപോലൊന്ന് വെക്കാം. ഇനി കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇമോജീസ് ഒക്കെ നമുക്കൊന്ന് വരച്ച് വെക്കാം. സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണ്ടാൽ ചിരിക്കാൻ തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലും വരച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കിയപ്പോൾ ഞാൻ പേന ഉപയോഗിച്ചാട്ടോ വരച്ചത്. അപ്പോൾ ഇങ്ങനെ വരച്ചപ്പോഴാണ് എന്തുകൊണ്ട് മുട്ടയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വരച്ചുകൂടാ എന്നുള്ളൊരു ആലോചനയിൽ എത്തിയത്. അങ്ങനെ ആ ഒരു ആലോചന ചെന്നെത്തിച്ചത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ നെറുകയിലാണ്. അങ്ങനെ അത് കയ്യിൽ കിട്ടിയിട്ടില്ല. കയ്യിൽ കിട്ടുമ്പോൾ ഉറപ്പായിട്ടൊരു വ്ളോഗ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ മുട്ടയ്ക്കുള്ളിനകത്ത് നമുക്ക് പോട്ടിംഗ് മിക്സ് ആയിട്ട് കൊക്കോപീറ്റോ, ന്യൂസ് പേപ്പേഴ്സോ, സോയിലോ എന്താണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ മുട്ട ഇറക്കി വയ്ക്കാൻ ഇതുപോലുള്ള സീഡ്ലിംഗ് പാത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മൈക്രോ ഗ്രീൻസിന് ഞാൻ ഉപയോഗിക്കുന്നത് ചെറുപയർ, കടുക്, അതുപോലെ തന്നെ ഉലുവ, പിന്നെ വെളുത്തുള്ളിയും ഇതുപോലുള്ള കൊച്ചുള്ളികളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 5 ഐറ്റമാണ് ഞാനിപ്പോൾ മൈക്രോ ഗ്രീൻസിനായിട്ട് സെലക്ട് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മൈക്രോ ഗ്രീൻസിൻ്റെ ഗുണങ്ങൾ അറിയാൻ പറ്റാത്തവരായിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഹാർട്ട് ഡിസീസസിനെ ഏറ്റവും കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം മൈക്രോ ഗ്രീൻസ് ആണ് നാട്ടുവൈദ്യത്തിൽ. ശാസ്ത്രീയമായി പറയുവാണെങ്കിൽ ഈ മൈക്രോ ഗ്രീൻസിനകത്ത് പോളിഫീനോൾസ് എന്ന് പറയുന്ന കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് ആണ് നമ്മുടെ ഹൃദയത്തിൽ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വെറും വയറ്റിൽ മൈക്രോ ഗ്രീൻസ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ബട്ടറൊക്കെ ചേർത്ത് ബ്രെഡിനുള്ളിൽ മൈക്രോ ഗ്രീൻസ് കട്ട് ചെയ്ത് വെച്ച് കഴിക്കുന്നവരുണ്ട്. മുട്ട പൊരിച്ച് തിന്നുന്നവരുണ്ട്. അതിൻ്റെ കൂടെ മൈക്രോ ഗ്രീൻസ്. എങ്ങനെയെങ്കിലും നമ്മുടെ വയറ്റിനുള്ളിലേക്ക് കുറച്ച് മൈക്രോ ഗ്രീൻസ് പോയാൽ നമ്മുടെ ആരോഗ്യത്തിന് ലാഭകരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരെയും ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിനകത്ത് കുറേ നേരം കഴിയുമ്പോഴേക്കും പത കെട്ടാൻ തുടങ്ങും കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. വെള്ളം മാറ്റിക്കോണം ഇടയ്ക്കിടയ്ക്ക്. ഇന്ന് രാത്രി ഇട്ട് വെച്ചാൽ നാളെ രാത്രിയാകുമ്പോൾ നമുക്കിതുപോലെ അവർക്ക് പാകി പൊടിപ്പിക്കാറാവും. അപ്പോൾ അതെ 1 ഇട്ട് 2 ഇട്ട് 3 ഇട്ട് 4 ഇട്ട് 5 സ്പൂൺ ഇട്ട് കേട്ടോ. ഇതിനകത്ത് കുറേ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു റോ ഫുള്ളായിട്ട് ഞാൻ കുറച്ച് കൊക്കോപീറ്റാണ്, അതായത് ചകിരിച്ചോറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത റോ ഇരിപ്പോട്ട്. അടുത്ത റോയിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മീഡിയം മതി കേട്ടോ. അത് മുളച്ച് വന്നോളും. ടിഷ്യൂ പേപ്പർ ആയാലും മതി. വെറുതെ എത്തി ടിഷ്യൂ പേപ്പറിൽ വെച്ച് കൊടുത്താലും അത് മുളച്ച് വരും. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിലും കൾട്ടിവേറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. മൈക്രോ ഗ്രീൻസ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തെ എക്സ്ട്രാ എനർജിയോ അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാൻസറസ് സെൽസിനെ നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് തന്നെ പഠനങ്ങൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട. എന്തായാലും നമ്മുടെ ശരീരത്തിൽ ഈ മൈക്രോ ഗ്രീൻസ് എന്തുകൊണ്ടും ലാഭം മാത്രമേ വിതയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിതേ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന ഈ സംഭവങ്ങൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്താണ് ഞാൻ നടുന്നത്. കാരണം മുട്ടയ്ക്കുള്ളിൽ അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നട്ടാലും അത് പൊടിച്ചോളും. മൊത്തത്തിൽ വെക്കണമെങ്കിൽ നമുക്ക് നല്ല ബുഷിയായിട്ട് അതിനെ വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് നട്ടെടുക്കാം. നട്ടല്ല, ജസ്റ്റ് ഒന്ന് പാകി വെക്കുകയാണ്. പിന്നെ അത് പൊടിച്ചോളും. അപ്പോൾ നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു അച്ചീവേഴ്സ് പാക്ക് ഒന്നും ഇതുവരെ എൻ്റെ കയ്യിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയാത്തത്. അപ്പോൾ അതെല്ലാം വന്നതിന് ശേഷം ഞാൻ അത് എങ്ങനെയാണ് സാധിച്ചെടുത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞ് കടുകും കൂടെ ഒന്ന് പാകി പൊടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ എല്ലാമൊക്കെ ഒന്ന് പാകി വെച്ചിട്ടുണ്ട്. ഇനി ഇതേതൊക്കെ പൊടിക്കുമെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. അപ്പോൾ ആദ്യമായിട്ടാണ് മൈക്രോ ഗ്രീൻസ് നട്ട് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇത് അടുക്കളയിലല്ല കേട്ടോ വെച്ചേക്കുന്നത്, സിറ്റ് ഔട്ടിലാണ് വെച്ചേക്കുന്നത്. കാരണം അടുക്കളയിൽ അത്രയ്ക്ക് സൺലൈറ്റ് കിട്ടുന്നില്ലായിരുന്നു. ആ ഒരു ജനലിൻ്റെ ഭാഗം ഫുള്ള് മരങ്ങളായതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടുന്നില്ല. സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഇതിന് നല്ല എഫക്റ്റീവായിട്ട് ഗ്രോ ചെയ്യൂ. പ്രത്യേകിച്ച് നമ്മുടെ മുട്ടയിൽ ഡ്രെയിനേജ് ഹോൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം മതി. പക്ഷെ വെള്ളം തീരെ കുറഞ്ഞും പോകാൻ പാടില്ല. അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയിൽ തന്നെ ഇതിന് വെക്കണം. അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് മാറ്റി വെച്ചേക്കുന്നത്.
അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത്രയൊക്കെ വളർന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ പൊടിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇവരുടെ ആ ഒരു ലുക്കും അതിൻ്റെ കൂടെ തലമുടി പോലെയൊക്കെ നിൽക്കുന്ന ഈ ഒരു നിപ്പൊക്കെ കാണാൻ ഒരു അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ചിലതൊന്നും പൊടിച്ചിട്ടില്ല കേട്ടോ, ചിലതൊക്കെ പൊടിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇതൊന്ന് ആസ്വദിക്കാം. ഇനി ഒരു 2-3 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മൊത്തം ഒരാഴ്ച സമയം എടുത്തിട്ട് നമുക്ക് അവരുടെ കംപ്ലീറ്റ് ഗ്രോത്ത് ഒന്ന് കാണാം. ചെറുപയറൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ന്യൂസ് പേപ്പറിനകത്ത് ഇരുന്ന സംഭവങ്ങൾ ആരും മുളച്ചിട്ടില്ല കേട്ടോ. അവരെ ഒന്ന് മാറ്റി വെച്ചേക്കാണ്. അവർ വേണമെങ്കിൽ മുളച്ചോട്ടെ, അവരെന്തായാലും മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ ഒരാഴ്ചത്തെ പ്രായമായി ഇവർക്ക്. നല്ല ഭംഗിയുണ്ട്, നല്ല റൂട്ടായിട്ടുണ്ട്, നന്നായിട്ട് അതിനകത്ത് പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും ഇനി ഒന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുടിയന്മാരുടെ ഈ ഉള്ളിത്തലയന്മാരെയൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കൊന്ന് മുട്ട പൊരിച്ചൊന്ന് തിന്ന് നോക്കാം, എങ്ങനെയുണ്ട് ഐറ്റം എന്ന് കാണാം. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ചൂട് മുട്ടയും കൂടെ പൊരിച്ച് തിന്നാൽ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഇവരെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. മൈക്രോഗ്രീൻസ്, മാഗി നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ മുട്ട പൊരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സലാഡ്സ് ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അത് വയറ്റി ചെന്നാൽ മതി. പച്ചയ്ക്ക് തിന്നുന്നവരുണ്ട് കേട്ടോ. ഉള്ളിയുടെ അതേ മണവും ആ ഒരു എരിവും ഒക്കെ ആ ഒരു ലീഫിലുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും ഇവർ നമ്മളെ തലമുടി വളരും പോലെ തന്നെ താഴേന്ന് വീണ്ടും വളർന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ആശാൻ ഇവിടെ ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുക, എന്നെ ആർക്കും വേണ്ടോന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് എടുക്കാം, ഇവരെ നമുക്ക് സലാഡ്സിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.